അപ്പൊ നമ്മള് ഇപ്പൊ ഇനി കാണാൻ വന്നിരിക്കുന്നതാണ് ഇവിടുത്തെ സ്വയംഭൂ ടെമ്പിൾ അല്ലെങ്കിൽ മങ്കി ടെമ്പിൾ എന്ന് കേട്ടിട്ടുണ്ടാവാം ചിലപ്പോ. അപ്പൊ അതിലേക്ക് ഇപ്പൊ ഒരുപാട് സ്റ്റെപ്പ് കയറി നമ്മൾ ഇവിടെ എത്തി. ഇനി കയറാൻ പോകുന്ന പടികളാണ് ഇത്. ഭയങ്കര സ്റ്റീപ്പ് കുത്തനെയാണ് കയറുന്നത്. നമ്മൾ കയറി തളരാൻ സാധ്യത ഉണ്ട്. അപ്പൊ എല്ലാരും പറഞ്ഞത് 300 മേലെ സ്റ്റെപ്പ് ഉണ്ടെന്ന്. എത്ര സ്റ്റെപ്പ് എന്ന് കയറി കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ ഈ ടെമ്പിളിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് 5th സെഞ്ച്വറിയിലാണ് ഈ ടെമ്പിൾ ഇതേപോലെ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ 5th സെഞ്ച്വറിയിലല്ല ഇത് ഉണ്ടാക്കിയത്. നമ്മുടെ അശോക ചക്രവർത്തി ഇവിടെ വന്ന് ഇവിടെ ഒരു ബുദ്ധന്റെ ടെമ്പിൾ 3rd സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയിരുന്നു. പിന്നീട് അത് ഡിസ്ട്രോയ് ആയി പോയി. അതിന്റെ ഒരു ചെറിയ പീസ് 5th സെഞ്ച്വറിയിൽ കണ്ടെടുത്തിട്ട് ഇതേപോലെ ഒരു ടെമ്പിൾ സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. അന്നിട്ട് ഒരു ചെറിയ ടെമ്പിൾ ആയിരുന്നു. പിന്നെ ഒരു 19th സെഞ്ച്വറിയിലാണ് ബുദ്ധമതക്കാരും ഹിന്ദു മതക്കാരും കൂടെ ചേർന്നിട്ട് ഇതൊരു അത്യാവശ്യം നല്ലൊരു ടെമ്പിൾ ആക്കിയത്. പക്ഷെ മേജർ റിനോവേഷൻസ് നടന്നത് 20th സെഞ്ച്വറിയിലാണ്. അപ്പൊ എന്ത് ചെയ്തു വെച്ചാൽ ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്ന ടെമ്പിളിന് ഗോൾഡൻ പ്ലേറ്റ് ഒക്കെ പൂശി ചുറ്റും ഈ ബുദ്ധിസ്റ്റുകൾക്കും പ്രീസ്റ്റുകൾക്കും കിടക്കാനുള്ള കുറെ റൂമുകളും സൗകര്യങ്ങളും ആഡ് ചെയ്തു. പക്ഷെ ഇവർ പറയുന്നത് 2011 ഒരു വലിയ ലൈറ്റ്നിങ് ഇഫക്ട് ചെയ്ത് ഡാമേജ് വന്നു. കൂടാതെ 2015 എർത്ത് നേപ്പാളിൽ ഒരുവിധം സ്ഥലത്തൊക്കെ എഫക്ട് ചെയ്തല്ലോ. അത് ഈ സ്തൂപത്തിന് ഏറ്റവും നന്നായിട്ട് ഇഫക്ട് ചെയ്തു. ഇതിന്റെ ചുറ്റും ഉണ്ടാക്കിയതെല്ലാം തകർന്നു പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അവര് ഒന്നും കൂടെ ഒന്ന് റിനോവേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് മ്യൂസിയംസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പറയുന്നത്. ഇപ്പൊ ഈ കാണുന്ന സ്തൂപല്ലേ ഇതിന്റെ തന്നെ ഒരു വലിയ ഫോം അവിടെ ഉള്ളത്. അതായത് ബുദ്ധന്റെ 2 കണ്ണും പിന്നെ അവരുടെ ലിപിയിലെ ലെറ്റർ 1 ന്യൂമറിക്കൽ 1 ആണ് മൂക്കായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ നമ്മളിതാ ഈ സ്റ്റെപ്പ് കയറാൻ പോവാണ്. കയറി അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇവിടെ ഒരുപാട് മങ്കീസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടും കൂടിയാണ് ഇതൊരു മങ്കി ടെമ്പിൾ എന്നറിയപ്പെടുന്നത്. വളരെ കഷ്ടപ്പെട്ടിട്ടാട്ടോ കയറണേ. അല്ലല്ല അത്ര കഷ്ടപ്പെടുന്നു. ഇതാ ഈ സ്റ്റെപ്പ് ഫുള്ള് കയറി എത്തി. നമ്മൾ ടോപ്പിലെത്തി. സോ ഇതാ ഈ എന്റെ ബാക്കിൽ കണ്ടതാണ് നമ്മൾ ഇപ്പൊ ഇത്ര നേരം പറഞ്ഞ സ്വയംഭൂ ആയിട്ടുള്ള ബുദ്ധന്റെ അമ്പലം. അതായത് സ്വയംഭൂ ടെമ്പിൾ അല്ലെങ്കിൽ മങ്കി ടെമ്പിൾ. ഇതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ബുദ്ധന്റെ ഒരു ടെമ്പിൾ പീസ് ആയിരുന്നു അവർക്ക് കിട്ടിയത്. അതിനുശേഷം അവരിത് ഡെവലപ്പ് ചെയ്ത് ഇത്രയും വലിയ അമ്പലമാക്കി. ഇവിടെ ഒരുപാട് ബുദ്ധമതക്കാർ നമുക്ക് നമ്മൾ ഈ ബുദ്ധമതം എന്ന് പറയുമ്പം അവരുടെ ആ മോങ്സ് ഇല്ലേ, അവരിവിടെ ഇഷ്ടംമാതിരി പേരുണ്ട്. അവരുടെയാണ് ഈ ടെമ്പിള്. കൂടാതെ ഒരുപാട് ഹിന്ദു മതത്തിലുള്ള ആളുകളും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ അതിൻ്റെതായ പൂജാ കാര്യങ്ങളൊക്കെ അവരും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ തിരിച്ചാല് നമ്മളെ വിഷൊക്കെ വിഷ് പൂര എന്നാണ് ഞാൻ പറയുന്നത്. അതായത് വിഷ് നടക്കും എന്നാണ് ഇവരുടെ വിശ്വാസം. അതുകൊണ്ടാണ് ഇവരിങ്ങനെ തിരിക്കുന്നത്. അപ്പം നമുക്കിതിങ്ങനെ തിരിച്ചിട്ട് നടക്കാൻ പറ്റും. കണ്ടോ, വെളിച്ചം ഇവിടെ ഇത്തിരി മങ്ങുന്നുണ്ട്. ബട്ട് ഓക്കെയാണ്. വേറൊരു വൈബിലല്ലേ നമ്മൾ സംസാരിക്കുന്നത്. ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഇത്രയും തിരക്കില്ല. ഇവിടെയൊക്കെ ഫോട്ടോ നമുക്കിങ്ങനെ എടുത്ത് നടന്നുകൂടാ. അപ്പോഴത്തേക്ക് അവർക്ക് ഒരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു സൈഡിലൂടെ ആരും ഡിസ്റ്റർബ് ചെയ്യാണ്ട് നടന്ന് പോവാണ് കേട്ടോ. അപ്പൊ നമ്മളും ഇതാ ഇവരെ കൂടി ഈ ബുദ്ധമതത്തിലെ ആചാരങ്ങളൊക്കെ അനുഷ്ഠിച്ച് നമ്മളും ഈ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. ഏകദേശം വെളിച്ചൊക്കെ പോയി തുടങ്ങി, സൺസെറ്റ് ഒക്കെ ആയി തുടങ്ങി. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഏകദേശം ഒരു മങ്കി ടെമ്പിൾ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഈ പറഞ്ഞതെന്ന്. അപ്പൊ വേറെ തന്നെ ഒരു ആംബിയൻസ് ആണ്. വളരെ ഇഷ്ടമായി ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക്. എന്തായാലും വിസിറ്റ് ചെയ്യേണ്ടതാണ്. അത്രയും സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് കയറാൻ പറ്റാത്ത എല്ലാവർക്കും ഇതിലൂടെ അതൊന്ന് കയറാൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇനി ഇതേപോലെ നേപ്പാളിലെ വേറൊരു സ്ഥലം കൂടെ നമ്മൾ കാണാം.
ഇവിടെ സൺസെറ്റായി കണ്ടില്ലേ, ആ മേലെ കാണാനില്ലേ സിറ്റി വ്യൂ ആണ് രാത്രിയില്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ലൈറ്റപ്പ് ഒക്കെ ചെയ്തിട്ടാണ് നമുക്ക് ഫുൾ സിറ്റി ഇത്രയും ടോപ്പിൽ നിന്ന് കാണാം. കണ്ടില്ലേ? പല പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ റെസ്റ്റോറൻറ്റ്സിലും ഒരുവിധം എല്ലാ ഷോപ്പുകളിലും ഓക്കെ, ഞാൻ ഗ്രോസറി ഷോപ്പിൽ കണ്ടിട്ടില്ല, എന്നാൽ കുറേയൊക്കെ ഗ്രോസറി ഷോപ്പിലും നമുക്കൊക്കെ മദ്യം കാണാം. അതാ ഈ ഗ്രോസറി ഷോപ്പാണ്, ഇവിടെയൊക്കെ മദ്യമുണ്ട്, ഇവിടെയൊക്കെ മദ്യമാണ്. അപ്പോൾ ഇവര് വൈകിട്ടേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവര് വേറെ മൂടാണ്. ആക്ച്വലി അവര് മദ്യം കഴിക്കുന്നതിൻ്റെ ആ ഒരു റിലാക്സ്ഡാണ് അവർ. ഞാൻ പോസിറ്റീവായില്ല പറയുന്നത്. ഇവിടെ അത്ര അധികം ഇവരെ ലിക്കർ വരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇവിടെയാണ് നമ്മൾ താമസിച്ച റൂം. ഒരു സ്റ്റുഡിയോ പോലെയാണ്. ഇവിടെ നമുക്ക് കുക്ക് ചെയ്യാം. ഇവിടെ ഒരു പാത്രങ്ങളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കോമൺ ലിവിങ്, ഒരു റൂമിത്. പിന്നെ ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട്. വലിയ വിൻഡോ ഉണ്ടായിരുന്നു, ടേബിൾ ഉണ്ടായിരുന്നു, കോട്ട്, പിന്നെ ഒരു വാർഡ്രോബ്, പിന്നെ ഒരു ബാത്റൂം. ഇവിടെ പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. ഇവിടെ ഇരുന്ന് നമ്മൾ സൈക്കിൾ നിർത്തിയത്. ഇപ്പം അജ്മൽ സൈക്കിൾ കയറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. വെച്ചോ? ഓക്കെ. ഇതാണ് നമ്മൾ നിന്ന് സൺഷൈൻ ഹോം സ്റ്റേ. അകത്തൊക്കെ വേറെയും ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടെ പോയിട്ടുള്ള ഒരു സ്റ്റുഡിയോയിലാണ് നിന്നത്. പക്ഷെ മുകളിലേക്കൊക്കെ ഗസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ വന്നപ്പോൾ. അപ്പം നേപ്പാളിലെ ഒരു ബേക്കറിയിലേക്ക് വന്നതാണ് കേട്ടോ. ഇവിടെ എഴുതിയിട്ടുണ്ട് 1848 എന്നുള്ളത്. ഇവിടെ സ്റ്റാഫ് ഉണ്ട്. ഇവർക്ക് വലിയ ഔട്ട്ലെറ്റ് വേറെയും ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, നമ്മളിപ്പോൾ കൊൽക്കത്തയിലൊക്കെ ചെന്നപ്പോൾ പല ടൈപ്പ് സ്വീറ്റ് കണ്ടില്ലേ. അപ്പോൾ ഇത് ഇവിടുത്തെ സ്വീറ്റ്സിൻ്റെ ഒരു ഫോമാണ് ഈ കാണുന്നത്. നമ്മളെല്ലായിടത്തും ചെന്നാലും ഇവിടെ സ്റ്റാൻഡിങ് സമോസ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു സാധനം ഉണ്ട്. ഭയ്യ ये क्या है? ये वाला क्या है? പക്കോട है, वेज पकौड़ा. इधर वेजिटेबल पकौड़ा. ये मैं अभी पार्सल बोल कर जाएगा. ये इसको तेल निकालना पड़ेगा, ये हाफ डाउन करके रखा है. ओह ओके, ये अभी तेल में नहीं डाला है, पूरा पका नहीं है, आधा पका है. ഓ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കി വെക്കുന്നില്ല, ഇത് പകുതി വേവിച്ച് വെക്കുന്നത്. നമ്മൾ ഓർഡർ ചെയ്താൽ അവർ പൊരിക്കുള്ളൂ. ഏറ്റവും ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്ന ഒരു ബർഫിയാണ്. അത് നമ്മളിത് ഇപ്പോൾ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെയുണ്ട് സംഭവം കേട്ടോ. അമ്മോ എന്തൊരു ടേസ്റ്റാ. ഭയങ്കര ടേസ്റ്റാണോ. ഇവിടെ കണ്ടോ, ഇവിടെ എല്ലാ കടയിലും സമൂസേൻ്റെ കൂടെ ഈ സബ്ജി കറി കൊടുക്കും. ഇത് മധുരമുള്ളതാണ്. നമ്മൾ ഓർഡർ ചെയ്ത് ചൂടുള്ള വട എത്തിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. താങ്ക് യു. അപ്പം അവരുടെ അടുത്തുനിന്ന് നമ്മൾ സാധനം വാങ്ങി ഇറങ്ങി.
പക്ഷേ സാധനം കിട്ടി. അതിൽ നമ്മൾ ബർഫി കഴിച്ചു. പക്ഷേ ആ കട്ട്ലേറ്റിൻ്റെ പൈസ അവർ വാങ്ങുന്നില്ല എത്ര പറഞ്ഞിട്ടും. അത് അവരിന്ന് ഫസ്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡിഷാണ്. അപ്പോൾ അത് പരീക്ഷണാർത്ഥം ഞാനാണ് അത്ര ആദ്യമായിട്ട് കഴിച്ചു നോക്കിയത്. അപ്പം എനിക്കിഷ്ടമായതുകൊണ്ട് അവരത് കോംപ്ലിമെൻ്റ് ആക്കി കളഞ്ഞു. അവർ പൈസ വാങ്ങുന്നില്ല. അപ്പോൾ എന്തായാലും നല്ല കട, കുറേ തിരക്കുണ്ട്, എന്നാലും അവർ നമുക്ക് എല്ലാം പറഞ്ഞു സഹകരിച്ചു. ഒക്കെ ഉഷാറാണ്. അജ്മലിന് ഞാനത് കൊടുത്തു കേട്ടോ. അജ്മലിന് ഇഷ്ടമായില്ലേ? ഇനി വേറൊരു സാധനം കൊണ്ടുവന്നുണ്ട്. ഓക്കെ, അപ്പം ഇനിയിപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇവിടെ ഇത് സ്മോക്കി ബീഫാണ്, പിന്നെ ചെമ്മീനുണ്ട്, പൊട്ടറ്റോ ആണ്, ഉരുളക്കിഴങ്ങ് ഫ്രൈ ആണ്, പിന്നെ ഫിഷിന് കുറേ വെറൈറ്റികളുണ്ട് കേട്ടോ. പിന്നെ ഇതും നമ്മുടെ വെജിറ്റബിൾ സബ്ജിയാണ്, ചിക്കൻ പൊരിച്ചതാണ്, കടലുണ്ട്, മട്ടൻ കറി ഉണ്ട്, चिकन करी है और ये बीफ बफ बीफ हम बीफ बोलते हैं, वो बीफ दूसरा है. ओ तो ये बफ नाम करेगा तो beef means cow meat. Oh, like difference is that this is buffalo. ഓക്കെ, അപ്പോൾ കാര്യം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നാണ്. ഒരു ഇത്രയും ഡിഷുകളുണ്ട്. നമ്മുടെ കടകളിൽ ഉണ്ടാവില്ലേ ഇത്രയും സാധനങ്ങളൊക്കെ വെച്ചിട്ട് മീൻ പൊരിച്ചൊക്കെ. അപ്പോൾ ഇവിടെ ബഫ് എന്നാണ് പറയുന്നത്. ബഫ് എന്ന് പറഞ്ഞാൽ ബഫലോൻ്റെ മീറ്റാണ് കിട്ടുക. ബീഫ് കൊടുക്കില്ല. ബീഫ് എന്ന് പറഞ്ഞാൽ കൗ മീറ്റാണെന്നാണ് പറയുന്നത്. ഇവിടെയും കൗ മീറ്റ് കൊടുക്കില്ല, പക്ഷേ ബഫലോ മീറ്റ് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചോറാണ് ഓർഡർ ചെയ്യുന്നത്. നമ്മളിനി കാഠ്മണ്ഡു സിറ്റിയോട് വിട പറഞ്ഞ് നേരെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ പൊഖറയിലേക്ക് പോവുകയാണ്. അപ്പോൾ പൊഖറ ഇവിടെ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ അകലെയാണ്. അത് കുറച്ച് ഹില്ലി ഏരിയ, നമ്മുടെ ചുരം പോലെയുള്ള ഏരിയയിലൂടെയാണ് കംപ്ലീറ്റ് യാത്ര. അപ്പം ഏകദേശം 6 മണിക്കൂറൊക്കെയാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ യാത്ര പോവാം. അപ്പം ഇനി ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നെക്സ്റ്റ് വീഡിയോ തൊട്ട് നമുക്ക് പൊഖറ കാഴ്ചകൾ കാണാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് കാണുന്ന എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ ഒപ്പം തന്നെ ട്രാവൽ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.